ഹായ്, എൻ്റെ പേര് ഡോക്ടർ സിനി ശ്രീധരൻ. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡറും കൂടെയാണ്. ഞാനൊരു ആയുർവേദ ഡോക്ടറായിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വയനാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം കുറേ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് ക്ലിനിക്കിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എനിക്കൊരു കരിയർ ചേഞ്ച് വേണം തോന്നി. എനിക്ക് കുറച്ച് IT റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബ് വേണം തോന്നി. അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ കോഡിംഗ് ഫീൽഡിലോട്ട് വരുന്നത്. CPC പാസ്സായതിനു ശേഷം കോഡറായിട്ട് കുറച്ചു കാലം ജോലി ചെയ്തു. അതിനുശേഷം ടീച്ചിങ്ങിലോട്ട് ട്യൂട്ടറായിട്ട് വന്നു. അവോധയിൽ ഇപ്പം ഞാൻ മെഡിക്കൽ കോഡിംഗ് ട്യൂട്ടറാണ്. ഇവിടെ എനിക്ക് ഒരു ബാച്ചിൽ 50 സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനത്തെ പല ബാച്ചുകളായിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. അവോധയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ സ്റ്റുഡൻസും സ്റ്റാഫ് എല്ലാവരും തമ്മിലുള്ളത്. ഓവറോൾ എനിക്കൊരു മെഡിക്കൽ കോഡർ ട്യൂട്ടറായിട്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഹായ്, ഞാൻ വിദ്യ ജെ കുറു. എൻ്റെ വീടെന്ന് പറയുന്നത് കാക്കനാടാണ്. ക്വാളിഫിക്കേഷൻ MSc BEd മാത്തമാറ്റിക്സിലാണ് വിത്ത് കേട്ടറ്റ് ഉണ്ട്. എനിക്കൊരു 6 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് ഡിഫറെന്റ് സ്കൂളുകളിലായിട്ട്. ഇപ്പൊ ഞാൻ അറ്റ് പ്രസന്റ് അവോധയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. റെക്കോർഡിംഗ് ക്ലാസ് ആണ് ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ എനിക്ക് നല്ലൊരു വർക്കിംഗ് ആംബിയൻസ് ആണ്. റെക്കോർഡിംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് ഏത് രീതിയിലും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തില്. അതുപോലെ ഞാൻ പഠിച്ചുപോയ കുട്ടികളുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാറുണ്ട്. ഫീഡ്ബാക്കില് നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാകുന്ന ഓരോ സക്സസ്ഫുൾ സ്റ്റോറീസ് ആണ് നമുക്ക് അതിലൂടെ കേൾക്കാൻ പറ്റുന്നത്. ഞാനിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് HR അതുപോലെ മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ലൈവ് സെക്ഷൻസ് വരുന്നുണ്ട്. ലൈവ് സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് വരുന്നുണ്ട്. അതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയ ആകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഹായ്, എൻ്റെ പേര് ഷംനാസ്. ഞാൻ പാലക്കാട് പട്ടാമ്പിന്നാണ് വരുന്നത്. ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്യൂട്ടറാണ്. ഞാനൊരു MA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഗ്രാജുവേറ്റ് ആണ്. അവോധയിൽ എത്തിയത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്ലി ആയിരുന്നു. ഞാനൊരു ടീച്ചിങ് ഫീൽഡിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല മുന്നേ ഡിഗ്രി ഒന്നും പഠിച്ചിരുന്ന സമയത്ത്. പക്ഷെ അതിനുശേഷം ഇങ്ങനെ ഒരു ഓഫർ കിട്ടി. ഞാനിവിടെ ജോയിൻ ചെയ്തു. എനിക്ക് സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അവർക്ക് ക്ലാസ് എടുക്കുമ്പോഴും റെക്കോർഡഡ് ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ എനിക്ക് ഒന്നുകൂടി എൻ്റെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ എനിക്ക് ഒരു കോൺഫിഡൻസ് ആയി ഈ ഒരു പ്രൊഫഷനിൽ. എനിക്കിതിന് മുന്നേ ഒരു 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് വർക്ക് ചെയ്തിട്ട്. പക്ഷെ ടീച്ചിങ് ഫീൽഡിലായിരുന്നില്ല. പക്ഷെ ഈ ഒരു ഫീൽഡിൽ എത്തിയപ്പോൾ എനിക്ക് ഇപ്പൊ ഒന്നുകൂടി നല്ലൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ട് ഒരു ടീച്ചറായിട്ട് നിൽക്കാനും ആ ഒരു പൊസിഷനിൽ എത്താൻ. പിന്നെ ഇവിടെ അവോധയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കി സ്റ്റാഫ്സും എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഇപ്പൊ റെക്കോർഡിംഗ് ക്ലാസിന്റെ കാര്യത്തിനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ എന്തൊരു ഡൗട്ട് ചോദിച്ചാലും ബാക്കി ട്യൂട്ടേഴ്സ് ആരോട് പോയി ചോദിക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ആസ് എ ഫാമിലി ആയിരുന്നു ഇവിടെ എല്ലാ സ്റ്റാഫും നമ്മളോട് നിന്നിട്ടുള്ളത്, ബാക്കി ട്യൂട്ടേഴ്സ് എല്ലാവരും. മൊത്തത്തിൽ അവോധ എനിക്ക് നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഹായ്, എന്റെ പേര് മാളവിക. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന സബ്ജക്ട് ഓട്ടോകാഡ് 3ds Max റിവറ്റ് ആണ്. എനിക്കൊരു 1.5 വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരായിരുന്നു. ഞാൻ ഒരു BTech ഗ്രാജുവേറ്റ് ആണ്. ഇവിടെ ഞാൻ വന്നത് ലിങ്ക്ഡിൻ ത്രൂ ആണ് എനിക്ക് ഇവിടെ ജോബ് കിട്ടിയത്. വളരെ പെട്ടെന്നായിരുന്നു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞ് ക്ലാസ് എടുക്കാനാണെങ്കിലും ഇവിടെ സ്റ്റാഫുകളാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമുക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കാം. അതുപോലെ തന്നെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നതിനേലും കൂടുതലായിട്ട് ഇവിടെ നമുക്ക് വീഡിയോ സെക്ഷൻസും അതുപോലെ കുറെ പുതിയ കാര്യങ്ങൾ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം പഠിക്കാൻ പറ്റി. സ്റ്റാഫുകളാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നതിന് ശേഷം. ഹായ്, എൻ്റെ പേര് എബിൻ. ഞാൻ പൈത്തൺ ജാങ്കോ ട്യൂട്ടറാണ്. വൈപ്പിനാണ് എൻ്റെ സ്ഥലം. BC ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഞാനിപ്പോൾ അറൌണ്ട് 2 years ആയ എക്സ്പീരിയൻസ് ബോത്ത് ടീച്ചിങ് അതുപോലെ തന്നെ ഡെവലപ്പിംഗ് സെക്ടറിൽ. കറന്റ് ഇപ്പോൾ ടീച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീലാൻസ് വർക്ക്സും ചെയ്യുന്നുണ്ട്. പൈത്തൺ ജാങ്കോ എന്ന് പറയുമ്പോൾ മിക്കവരും പ്രോഗ്രാമിംഗ് സെക്ടറിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്ത് വരുന്നതാണ് പൈത്തൺ. അതുപോലെ തന്നെ അതിന്റെ ഫ്രെയിംവർക്ക് ജാങ്കോ എന്ന് പറഞ്ഞു വരുന്നത്. ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് പഠിക്കാനും കാര്യങ്ങൾക്കെല്ലാം. അതുപോലെ തന്നെ അതിന്റെ സ്കോപ്പും വളരെ വലുതാണ്. അവോധയിലേക്ക് വന്നത് ലിങ്ക്ഡിൻ ത്രൂ ആണ് ഇങ്ങനെ നമുക്ക് അറിയാൻ സാധിച്ചതും അതുപോലെ തന്നെ ഇവിടുത്തെ ഫീഡ്ബാക്ക് എല്ലാം അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് വരുന്നത്. ഓഫ്ലൈനും അതുപോലെ തന്നെ ഓൺലൈൻ സെന്റേഴ്സ് ഒക്കെയാണ്. ട്യൂട്ടേഴ്സും അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഹാപ്പി വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ കണക്ട് ചെയ്തത്.